അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികളെയൊക്കെ തള്ളി ന്യൂയോർക്കിന്റെ മേയറായി ആദ്യത്തെ മുസ്ലിം സമുദായക്കാരൻ 34-കാരൻ സൊഹ്റാൻ മദാനി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന വാർത്ത വരുന്നു. ഈ സമയത്ത് എന്തായാലും നമുക്കൂടി അഭിമാനിക്കാൻ വകയുള്ള കാര്യമാണ്. ഒരു ഇന്ത്യൻ വംശജൻ, പ്രത്യേകിച്ച് സലാം ബോംബെ എന്ന സിനിമയുടെ സംവിധായിക മീര നായരുടെ മകനാണ്. അത് തീർച്ചയായിട്ടും അഭിമാനിക്കാൻ വകയുള്ള കാര്യമാണ്. ബി പി ജെയിംസ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ബി പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഹായ്. ബി പി ഇത് എപ്പോഴാണ് ഈ വാർത്ത അറിഞ്ഞത്, നമ്മുടെ ഈ മേയറുടെ കാര്യം? അല്ല, നമ്മൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നല്ലോ. ഞാൻ തന്നെ പ്രഖ്യാപിച്ചു സൊഹ്റാൻ മംതാനി മേയറായി തിരഞ്ഞെടുക്കപ്പെടും. അവസാന നിമിഷം ട്രംപ് ഒരു മലക്കമർച്ചിൽ കൂടി നടത്തി. ട്രംപിന്റെ സ്ഥാനാർത്ഥിയെ തള്ളി, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തള്ളി. അവിടെ നേരത്തെ ഗവർണറായിരുന്ന അദ്ദേഹത്തിന്റെ എതിരാളിയും ശത്രുവായിരുന്ന ആൻഡ്രൂ കുമോനെ കയറി പിന്തുണച്ചു. അങ്ങനെയെങ്കിലും സൊഹ്റാൻ മംതാനിയെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ട്രംപ് കണക്കുകൂട്ടി. എന്ന് മാത്രമല്ല, മംതാനി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരു തരത്തിലും ന്യൂയോർക്കിന് പൈസ കൊടുക്കില്ല, ഫണ്ട് കൊടുക്കില്ല, ഒറ്റപ്പെടുത്തും തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഭീഷണികൾ മുഴക്കി. അവിടെ ഏറ്റവും കൂടുതൽ യഹൂദര് ഉള്ള ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ നഗരമാണ് ന്യൂയോർക്ക്. അവിടെ 31% യഹൂദന്മാർ മംതാനിക്ക് വോട്ട് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ 60% ജൂയിഷ് സെറ്റിലേഴ്സ്, അവിടുത്തെ ആൾക്കാർ വോട്ട് ചെയ്തിരിക്കുന്നത് ആൻഡ്രൂ കുമോയ്ക്കാണ്. എസ് കെ ഓർക്കുന്നുണ്ടാവും, CNN പ്രശസ്ത അവതാരകന്റെ സഹോദരനാണ് ഗവർണറായിരുന്ന ആൻഡ്രൂ കുമോ. സ്ത്രീ ഇതായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം രാജിവെക്കേണ്ടി വരികയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം മേയർ സ്ഥാനത്തേക്ക് മത്സരിച്ചെങ്കിൽ അദ്ദേഹത്തിന് 40% വോട്ടാണ് പ്രൊജക്റ്റഡ് ആയിട്ടുള്ളത്. ഈ മംതാനിക്ക് ഏതാണ്ട് 51% വോട്ട് ലഭിക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്. ഇത് എസ് കെ എൻ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ലോക പ്രശസ്തിയായിട്ടുള്ള മീര നയ്യാർ എന്നാണ് കൃത്യമായിട്ടുള്ള പേര്. പഞ്ചാബി വംശജയാണ്, മലയാളിയല്ല. പക്ഷെ മീര നായർ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. മീര നായരുടെ മകനാണ്. എന്ന് മാത്രമല്ല എസ് കെ എൻ, മുഹമ്മദ് മംതാനി അദ്ദേഹം ആഫ്രിക്കക്കാരനാണ്. അദ്ദേഹമാണ് അച്ഛൻ. അപ്പോൾ ആഫ്രിക്കക്കാരൻ്റെയും ഇന്ത്യക്കാരിയുടെയും മകനാണ്. അപ്പം അതുകൊണ്ട് മുസ്ലിം സമുദായമാണ് അറിയപ്പെടുന്നത്. ആ പേരിലാണ് ഒരുപക്ഷെ ട്രംപ് ഒരുപാട് അറ്റാക്ക് നടത്തി. 34 വയസ്സേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ജയിച്ചു വന്നാൽ അവിടെ വിലക്കയറ്റം അതീവ രൂക്ഷമാണ്, സർക്കാർ സ്റ്റോറുകൾ കൊണ്ടുവരും, ബസ്സിൽ ഫ്രീ ആയിട്ടുള്ള യാത്ര അനുവദിക്കും തുടങ്ങിയിട്ടുള്ളതൊക്കെ ജനകീയത് അവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. ജാതിക്കും മതത്തിനപ്പുറത്ത് ന്യൂയോർക്ക് അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരം വോട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് വരുന്നത്. എസ് കെ എൻ, എന്തായാലും ട്രംപിന് വലിയ തിരിച്ചടി. അവിടെ മാത്രമല്ല, ന്യൂജേഴ്സി, വെർജീനിയ 2 സംസ്ഥാനങ്ങളിലേക്ക് ഗവർണർ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അവിടെ വളരെ അതിദയനീയമായിട്ട് ട്രംപിന്റെ സ്ഥാനാർത്ഥികൾ, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ തോറ്റു. അപ്പോൾ അമേരിക്കയിൽ ട്രംപിന്റെ ഇപ്പോഴത്തെ നയങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ തിരിച്ചടിയാണ്. കാരണം അവിടെ വിലക്കയറ്റം വരുന്നു, അടച്ചുപൂട്ടലാണ്, അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അമേരിക്ക എവിടെയും കയറി ഇടപെടുന്ന അവസ്ഥയിലേക്ക് ചില കാര്യങ്ങളിലൊക്കെ വിജയം വരിക്കുന്നുണ്ട്. എന്തായാലും ആ തരത്തിൽ ട്രംപിന് വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ആകെ ട്രംപ് ഒരു കാര്യം ചെയ്തത്, തിരിച്ചടി വന്നപ്പോൾ തൻ്റെ പഴയ സുഹൃത്തായിട്ടുള്ള എലോൺ മസ്കുമായിട്ടുള്ള ശത്രുത അവസാനിപ്പിച്ച് അവർ നേരത്തെ അവർ സംസാരിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി ഐസക് മാൻ എന്ന ആളെ നാസയിൽ വെക്കണമെന്ന് എലോൺ മസ്ക് നിർദ്ദേശിച്ചിരുന്നു. പക്ഷെ മസ്കിനോടുള്ള ദേഷ്യം കൊണ്ട് അത് നീട്ടി വയ്ക്കുകയായിരുന്നു. ഇപ്പോൾ അത് അദ്ദേഹത്തിന് നിയമനം നൽകാൻ ട്രംപ് തീരുമാനിച്ചു എന്ന വാർത്ത കൂടി വരുന്നു. എന്തായാലും അമേരിക്കയിൽ ട്രംപിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ ഒട്ടും സേഫ് അല്ല എന്നുള്ളതാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഒരു കാര്യം കൂടിയുള്ള എസ് കെ എൻ, വളരെ രസകരമായി സയൻസിൽ ഒരു തിയറിയാണ്. ഞാൻ സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്നതുകൊണ്ട് ഹൈബ്രിഡ് വിഗർ എന്നൊരു തിയറി ഉണ്ട്. 2 ജനറ്റിക് പൂളിൽ നിന്ന്, എന്നുവെച്ചാൽ 2 റേസിൽ നിന്ന്, ആഫ്രിക്കക്കാരൻ, ഇന്ത്യക്കാരി, അതിൽ നിന്ന് അല്ലെങ്കിൽ പലതരത്തിൽ യൂറോപ്യൻ, അമേരിക്കൻ, ബറാക്ക് ഒബാമയൊക്കെ ഈ ഹൈബ്രിഡ് ഇതായിട്ട് വന്നതാണ്. 2 ജനറ്റിക് പൂളിൽ നിന്നാണ്. അതുപോലെ തന്നെ കമല ഹാരിസിൻ്റെ അമ്മ ഇന്ത്യക്കാരിയും അച്ഛൻ ആഫ്രിക്കക്കാരനുമാണ്. ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. അവർക്ക് ഹൈബ്രിഡ് വിഗർ തിയറി അനുസരിച്ച് 2 മാതാപിതാക്കളെക്കാൾ, അവർ വംശത്തേക്കാൾ കൂടിയ കഴിവുകളായിരിക്കും ഹൈബ്രിഡ് ആയിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് എന്നുള്ളതാണ് സയൻസ് അംഗീകരിച്ചിരിക്കുന്ന തിയറി. ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരുപാട് പേരെ നോക്കിയാൽ ആ തരത്തിലുള്ള തിയറി കറക്റ്റാണെന്ന് കൂടി വ്യക്തമാവുന്ന സ്കാൻ. നമ്മളെയൊക്കെ കൊതിപ്പിക്കല്ലേ ബി പി? ഓക്കെ, നമുക്കിനി അടുത്തൊരു വാർത്ത വരുന്നത് നൈജീരിയയിൽ, അതായത് ആക്രമണം തുടർന്നാൽ അമേരിക്ക കയറി ആക്രമിക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി, അതിനെ എതിർത്ത് ചൈന രംഗത്ത് വന്നു എന്ന് വാർത്ത വരുന്നുണ്ടല്ലോ. അതിന്റെ പിന്നാമ്പുറം എന്താണ് ബി പി ജെയിംസ്? എസ് കെ, നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്, നൈജീരിയയിൽ ആയിരക്കണക്കിന് ക്രൈസ്തവരെ കൊന്നൊടുക്കുന്നുവെന്നും അതിനെതിരെ അമേരിക്ക
ആക്രമണം നടത്താൻ സജ്ജമാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. അതിനെ എതിർത്തുകൊണ്ട് ചൈന രംഗത്ത് വന്നിരിക്കുന്ന ഒരു പരമാധികാര രാഷ്ട്രത്തെ അമേരിക്ക കയറി ആക്രമിക്കുന്നതിനെ ഒരു തരത്തിലും അനുകൂലിക്കില്ല എന്ന നിലപാടാണ് ചൈന എടുത്തിരിക്കുന്നത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന എല്ലായിടത്തും അമേരിക്ക എവിടെയൊക്കെ ഇടപെടുന്നുണ്ടോ അവിടെ ബദൽ ശക്തിയായിട്ട് ചൈന വരാൻ ശ്രമിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് SKN, നൈജീരിയയിൽ ആയിരക്കണക്കിന് ക്രൈസ്തവരും അതുപോലെ തന്നെ വടക്കൻ നൈജീരിയയിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും കൊല്ലപ്പെടുന്നു. ആയിരക്കണക്കിന് ആൾക്കാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. SKN, ഈ ആഫ്രിക്കയുടെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ്. ടുണീഷ്യയിൽ ഇന്ന് UN സെക്രട്ടറി ജനറൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞിരിക്കുന്നത് അതീവ രൂക്ഷമാണ് വംശീയ കലാപം. ഈ അടുത്ത കാലത്തായിട്ട് 40,000 പേരാണ് SKN അവിടെ ടുണീഷ്യ ആഫ്രിക്കൻ രാജ്യത്ത് കൊല്ലപ്പെട്ടത്. അപ്പോൾ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ മുഴുവൻ ഈ ബൊക്കോ ഹറാം അതുപോലെ തന്നെ അൽഖ്വയ്ദ തുടങ്ങിയിട്ടുള്ള തീവ്രവാദി സംഘങ്ങൾ ഇറാഖിൽ നിന്ന് കുടിയേറി അവിടെ രക്തപ്പുഴ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തായാലും ചൈന കൂടി രംഗത്ത് വന്നതോടെ ആഫ്രിക്ക വലിയ രീതിയിൽ ചർച്ചയിലേക്ക് വരികയാണ്. SKN. ഓക്കെ, താങ്ക് യു VP ജെയിംസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.